ഇപ്പോൾ ഒരു ആൾ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ അപ്ലൈ ചെയ്തു, ഏതെങ്കിലും സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് ഞാനായിട്ട് ബന്ധപ്പെട്ടോ വേറെ എവിടെയെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ട് സ്കിൽ അസസ്മെൻറ്റ് ഫെയിലിയർ ആയാൽ എന്തായിരിക്കും ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന സർവീസിൽ സ്കിൽ അസസ്മെൻറ്റ് ഇവരെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഈ സ്കിൽ അസസ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ട്, കാരണം ഞങ്ങൾ ടെക്നിക്കൽ ഫീൽഡിലുള്ളവരാണ്. ഞാൻ എൻജിനീയറാണ്, എൻ്റെ പാർട്ട്ണർ മാറ ലോയർ IT മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ കൂടെയുള്ള മാറ ലോയേഴ്സ് എല്ലാം ടെക്നിക്കലി നല്ല സൗണ്ട് ഉള്ളവരാണ്. സ്കിൽ അസസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്താൽ കിട്ടുമെന്നറിയാം. പിന്നെ അങ്ങനെ ആയാൽ തന്നെ ഒരു പക്ഷേ ചില ചാൻസിൽ വേണമെങ്കിൽ ഫെയിലിയർ ആവാം. അങ്ങനെ ഫെയിലിയർ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും, എന്തുകൊണ്ടാണ് ഇത് ഫെയിലിയർ ആയത്, ഇത് പോയതെന്ന് മനസ്സിലാക്കി രണ്ടാമത് അതിനെ വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ അപ്പോഴേ ചെയ്ത് അതിനെ സക്സസ് ആക്കിയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, വേറെ സ്ഥാപനങ്ങളിൽ സ്കിൽ അസസ് ചെയ്തിട്ട് ഫെയിലിയർ ആയ ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇലക്ട്രീഷ്യൻ പോലുള്ള ട്രേഡുകൾ, അതുപോലെ തന്നെ മെറ്റൽ മെഷീനിസ്റ്റ്, അതുപോലെ തന്നെ മെറ്റൽ ഫിറ്റർ, ഇങ്ങനെയുള്ള ട്രേഡുകൾ കാരണം ഇതിൻ്റെ സ്കിൽ അസസ്മെൻറ്റ്, ഇപ്പോൾ ഇലക്ട്രീഷ്യൻ്റെ സ്കിൽ അസസ്മെൻറ്റ് 2-3 സ്റ്റേജ് ഉണ്ട്. വെറുതെ പേപ്പർ മാത്രം കൊടുത്താൽ പറ്റില്ല. പേപ്പർ കൊടുക്കണം, അതിനുശേഷം അദ്ദേഹം വർക്ക് ചെയ്യുന്ന വീഡിയോസ് എടുത്ത് കൊടുക്കണം. അതിനുശേഷം ഓസ്ട്രേലിയയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് എന്ത് ചെയ്യും, കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, 100 കണക്കിന് ക്വസ്റ്റ്യൻസ് കൊടുക്കും. ഈ ക്വസ്റ്റ്യൻസ് കൊടുത്താൽ കൊടുക്കലല്ല ചോദിക്കും. അപ്പോൾ അദ്ദേഹം അവിടെ നിന്നിട്ട് ആൻസർ ചെയ്യണം. ഇത് 3 നോക്കിയിട്ട് എന്ത് ചെയ്യുള്ളൂ, സ്കിൽ അസസ് പാസ്സാക്കുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ഈ ഇൻ്റർവ്യൂവിൽ ഫെയിലിയർ ആവുന്നവർ ഉണ്ട്. അങ്ങനെ ഫെയിലിയർ ആവുന്നവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ചിലപ്പോൾ ഒരു ഇലക്ട്രീഷ്യനൊക്കെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എൻജിനീയർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാ ആൻസറും കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് ട്രെയിനിങ് ചെയ്ത് ടീച്ച് ചെയ്ത് നിങ്ങളുടെ ഫീൽഡിൽ ഇന്നെ കൊണ്ട് ക്വസ്റ്റ്യൻസൊക്കെ കൊടുത്ത് പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, കാരണം അവർ വർക്ക് ചെയ്യുന്നവരായിരിക്കും, ജെന്യൂനായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാത്തിലും ഓസ്ട്രേലിയയിൽ ഉള്ളതുപോലെ തന്നെ അറിഞ്ഞുകൊള്ളുന്നില്ല. പക്ഷേ നമ്മളവിടെ ജീവിച്ചിട്ടുള്ളതുകൊണ്ടും നമ്മൾ ടെക്നിക്കൽ ഫീൽഡിലുള്ളതുകൊണ്ടും ഇവർക്ക് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യനാണ് വരാൻ സാധ്യത ഉള്ളതെന്ന് വെച്ചാൽ കറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഒരു ആവറേജ് ഇപ്പോൾ ഒരു 300 ക്വസ്റ്റ്യൻ അവരെ പഠിപ്പിച്ചാൽ അവരെന്ത് ചെയ്യും, ഈസി ആയിട്ട് സ്കിൽ അസസ് അവർക്ക് ചെയ്യാൻ പറ്റും. ഫെയിലിയർ ആയാൽ വീണ്ടും നമ്മൾ ആ ഫെയിലിയർ ആയതിനെ റെക്ടിഫൈ ചെയ്ത് വീണ്ടും അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യും, സ്കിൽ അസസ് അവരെ കൊണ്ട് പാസ്സാക്കും നമ്മൾ.